ഞാൻ തിരുവനന്തപുരം മൃഗശാലയിൽ 9 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. ഇതുവരെയായിട്ടും ഒരു പ്രയോജനവും എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്ഥിരപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നു പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഇൻ്റർവ്യൂ നടന്നു. വളരെ രഹസ്യമായി രാവിലെ 9 മണിക്ക് തന്നെ ഡയറക്ടറും കൂട്ടാളികളും ചേർന്ന് ഇൻ്റർവ്യൂ ചെയ്യുകയും പിറ്റേന്ന് ആളെ ജോലിയിൽ കയറ്റുകയും ചെയ്തു. ഒന്ന് ബിനു സുഗതൻ, ഒന്ന് മൃഗശാലയിലെ മൃഗങ്ങളുടെ കമ്പൗണ്ടർ രഞ്ജിത്ത് എന്ന ഈ 2 വ്യക്തികൾ എന്നിൽ നിന്നും 5 ലക്ഷം രൂപ ചോദിക്കുകയും 5 ലക്ഷം രൂപ കൊടുത്തില്ല എങ്കിൽ ജോലി നിനക്ക് കിട്ടില്ല എന്നും പറഞ്ഞിട്ട് പോയി. ഇപ്പോൾ എൻ്റെ 2 മക്കളെ കല്യാണം കഴിച്ചയച്ച് ഞാൻ കടബാധ്യതയിലാണ്. എന്ന് രഞ്ജിത്ത് എന്ന വ്യക്തിയും പിന്നെ ബിനു സുഗതൻ എന്ന വ്യക്തിയും 2 പേരുമാണ് ഇവിടെ വേക്കൻസി ഫില്ലാക്കുന്നത്. ഒരു വേക്കൻസി പോലും ഇടാതെ വേക്കൻസി ഫില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാനത്ത് ഭരണകക്ഷി യൂണിയൻ നേതാക്കൾ കോഴ വാങ്ങി നിയമനം നടത്തുന്നതായി ആക്ഷേപം. തിരുവനന്തപുരം മൃഗശാലയിൽ ചട്ടം മറികടന്ന് അനധികൃത നിയമനം നടത്തുന്നതായാണ് ജീവനക്കാരുടെ പരാതി. 20 വർഷമായി താൽക്കാലിക ജോലി ചെയ്യുന്നവരെ പരിഗണിക്കാതെ ഈ മാസം കാവൽക്കാരന്റെ തസ്തികയിൽ പുതിയതായി വന്ന ജീവനക്കാരനെ സ്ഥിര നിയമനം നടത്തിയതിന്റെ രേഖകളാണ് മലയാളി വാർത്തയ്ക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള തിരുവനന്തപുരം മൃഗശാലയിലാണ് കീപ്പറുടെ സ്ഥിരം തസ്തികയിൽ ഒരാളെ അനധികൃതമായി നിയമിച്ചത്. ഈ മാസം 22-നാണ് ഇത് സംഭവിച്ചത് എന്നാണ് ജീവനക്കാർ ഞങ്ങളുടെ പ്രതിനിധിയോട് പറഞ്ഞത്. ഭരണകക്ഷി യൂണിയൻ നേതാക്കളുടെ സ്വാധീനത്തിലാണ് ചട്ടം മറികടന്നുള്ള നിയമനം നടന്നത് എന്നും മൃഗശാലയിൽ താൽക്കാലിക ജോലി ചെയ്തിരുന്ന ഉദ്യോഗാർത്ഥികൾ മലയാളി വാർത്ത പ്രതിനിധിയോട് പ്രതികരിച്ചു. ജീവനക്കാരന്റെ വാക്കുകളിലേക്ക്. 8 വർഷമായി തിരുവനന്തപുരം മൃഗശാലയിൽ ഡെയിലി വേസ്റ്റ് കീപ്പറായി ജോലി ചെയ്യുന്നു. ഇവിടെ മുൻകാലങ്ങളിൽ ഇൻ്റർവ്യൂ ചെയ്താണ് സ്ഥിര ജോലിക്കായി ആളെടുക്കുന്നത്. അവിടെ നിൽക്കുന്ന ഡെയിലി വേസ്റ്റുകാരെയെല്ലാം ഇൻ്റർവ്യൂവിൽ പങ്കെടുപ്പിച്ചിട്ട് അതിൽ നിന്നും കുറച്ച് പേരെയാണ് സ്ഥിരമാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഇൻ്റർവ്യൂ നടന്നു. വളരെ രഹസ്യമായി രാവിലെ 9 മണിക്ക് തന്നെ ഡയറക്ടറും കൂട്ടാളികളും ചേർന്ന് ഇൻ്റർവ്യൂ ചെയ്യുകയും പിറ്റേന്ന് ആളെ ജോലിയിൽ കയറ്റുകയും ചെയ്തു. ബാക്കിയുള്ളവരെല്ലാം കബളിപ്പിച്ചുകൊണ്ട്. ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ജോയിൻറ്റ് കൗൺസിൽ നേതാക്കളായ ബിനു സുഗതനും LIA രഞ്ജിത്തുമാണ്. മറ്റുള്ളവരെയും കൂടി ഇൻ്റർവ്യൂവിൽ പങ്കെടുപ്പിച്ചിട്ടുകൊണ്ട് നിയമനം നടപ്പിലാക്കുക, ഇവരുടെ അഴിമതി തടയുക. തിരുവനന്തപുരം മൃഗശാലയിൽ മൃഗങ്ങളുടെ ആനിമൽ കീപ്പറായി 20 വർഷം കൊണ്ട് വർക്ക് ചെയ്യുകയാണ്. 18 വർഷം കൊണ്ട് പാമ്പും കൂടും മറ്റ് മൃഗങ്ങളെയും പരിപാലിച്ചു വരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ മിനിസ്റ്റർക്ക് പേപ്പർ കൊടുത്തപ്പോൾ ഇവിടെയുള്ള ജോയിൻറ്റ് കൗൺസിലിലെ 2 സ്റ്റാഫുകൾ എന്നെ ആ പേപ്പറിനെ തിരിച്ചു പിടിയിച്ചു. ഒന്ന് ബിനു സുഗതൻ, ഒന്ന് മൃഗശാലയിലെ മൃഗങ്ങളുടെ കമ്പൗണ്ടർ രഞ്ജിത്ത് എന്ന ഈ 2 വ്യക്തികൾ എന്നിൽ നിന്നും 5 ലക്ഷം രൂപ ചോദിക്കുകയും 5 ലക്ഷം രൂപ കൊടുത്തില്ല എങ്കിൽ ജോലി നിനക്ക് കിട്ടില്ല എന്നും പറഞ്ഞിട്ട് പോയി. ഇപ്പോൾ എൻ്റെ 2 മക്കളെ കല്യാണം കഴിച്ചയച്ച് ഞാൻ കടബാധ്യതയിലാണ്. കുടുംബത്തോടെ ബാക്കിയുള്ള ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോനും ആത്മഹത്യാ നിലയിൽ നിൽക്കുകയാണ്. എനിക്ക് ജോലി 20 വർഷം കൊണ്ട് ഇവിടെ സേവനം നടത്തിയിട്ട് യാതൊരുവിധ പ്രയോജനവും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് പറഞ്ഞാണ് നല്ല പ്രായത്തിൽ ഇവിടെ വന്നത്. അതിന് ഇവിടെ ഉള്ള ഇവർ 2 പേരും കൂടെ ചേർന്ന് എൻ്റെ ഈ അപേക്ഷയെ തള്ളിക്കളയിപ്പിച്ചു. അതിന് എനിക്ക് എന്തെങ്കിലും എൻ്റെ കുടുംബത്തേക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്തു തരണമെന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു. ഞാനിവിടെ സ്വീപ്പറായിട്ട് ജോലി ചെയ്യാൻ വന്നിട്ട് 10 വർഷത്തിൽ കൂടുതലായി. എനിക്കിവിടെ ഒരു ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ വേക്കൻസി പോലും ഇവിടെ ഫില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജോയിൻറ്റ് കൗൺസിലുള്ള LIA എന്ന് രഞ്ജിത്ത് എന്ന വ്യക്തിയും പിന്നെ ബിനു സുഗതൻ എന്ന വ്യക്തിയും 2 പേരുമാണ് ഇവിടെ വേക്കൻസി ഫില്ലാക്കുന്നത്. ഒരു വേക്കൻസി പോലും ഇടാതെ വേക്കൻസി ഫില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഡ്യൂട്ടി പോലും ഒരുപാട് കുറവാണ്. നമുക്ക് വേറെ ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. പിന്നെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് തന്നെ 3 സ്ഥിര നിയമനം ഇപ്പോൾ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിൻവാതിൽ നിയമനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ വല്ലാത്തൊരു സിറ്റുവേഷൻ, വല്ലാത്തൊരു അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പം ഇവിടെ ജോലി ചെയ്യുന്നത്.
ഞാൻ തിരുവനന്തപുരം മൃഗശാലയിൽ 9 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. ഇതുവരെയായിട്ടും ഒരു പ്രയോജനവും എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്ഥിരപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നു പോകുന്നത്. അപ്പോൾ അവിടെ നടക്കുന്നത് ഇത്രയും വർഷത്തെ സീനിയറിറ്റി ഉണ്ടായിട്ട് പോലും ഇന്നലെ വന്ന ഓരോരുത്തരെ വരെ സ്ഥിരമാക്കി അവിടെ വിടുന്നുണ്ട്. അവിടെ ഉള്ളവർ അവർക്ക് വേണ്ടപ്പെട്ടവരെ നോക്കി മാത്രം സ്ഥിരമാക്കിയാണ്. അല്ലാതെ നിങ്ങളെയൊക്കെ പോലെയുള്ളവർക്കൊന്നും ഒരു വിലയില്ലാത്ത അവസ്ഥയാണ്. അപ്പം നമ്മൾ ഇത്രയും വർഷം കിടന്ന് കഷ്ടപ്പെട്ടത് വെറുതെ ആയ ആ ഒരു ഇതാണ്. സത്യം പറഞ്ഞാൽ നല്ലൊരു വിഷമമുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് സഹായിക്കും എന്നുള്ളൊരു പ്രതീക്ഷ. പിന്നെ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വേറെ ഒരു ഉപയോഗവും ഇന്നത് വരെ അവിടെ നിന്ന് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ആനുകൂല്യമോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും അപകടം എല്ലാം പറ്റിയാൽ ഞങ്ങളുടെ കൂടെ ഉള്ളവർ നമ്മളെ സ്വന്തമായിട്ട് നമ്മൾ പിരിച്ച് എന്തെങ്കിലും പൈസ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമല്ലാതെ അവിടെ നിന്ന് ഒരു ആനുകൂല്യവും ഇല്ല. എനിക്ക് തന്നെ ഒരുപാട് അപകടം പറ്റിയിട്ടുണ്ട്, എൻ്റെ കൂടെ ഉള്ളവർക്കും പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ ഇവിടെ നിന്ന് ഒരു പ്രയോജനം അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ മൃഗശാലയിൽ 7 വർഷമായി ജോലി നോക്കി വരികയായിരുന്നു. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുന്നത് ജോയിൻറ്റ് കൗൺസിലിലെ രഞ്ജിത്തും എന്ന് പറയുന്ന ആളും ബിനു സുഗതൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഇൻ്റർവ്യൂ വന്നു, കമ്മ്യൂണിറ്റി കോട്ട വന്നപ്പോൾ അവരേതായിട്ടുള്ള ഒരാളിന് കാശ് വാങ്ങി ആ ജോലി അങ്ങോട്ട് മറിച്ച് കൊടുത്തു. 2 വർഷം പോലും തികയാത്ത ഒരാളിനെ അത് കൊടുത്തത്. ഞാനിവിടെ ആ 7 വർഷം കൊണ്ട് നിൽക്കുക. അപ്പോൾ അവരുടെ ഈ തോന്നിയ ദിവസം മാറ്റാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് സഹായിക്കണം. നമസ്കാരം. ഞാൻ തിരുവനന്തപുരം മൃഗശാലയിൽ അനിമൽ കീപ്പറായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, ഡെയിലി വൈസായിട്ട്. ഏകദേശം 10 വർഷത്തോളമായി ഞാനിവിടെ ഡെയിലി വൈസായിട്ട് ജോലി ചെയ്യുന്നു. ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് 2 വർഷം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം അത് എംപ്ലോയ്മെൻറ്റ് ചെയ്ത് ഇൻ്റർവ്യൂവിന് പങ്കെടുത്താണ് ഇവിടെ പെർമനൻറ്റ് പോസ്റ്റിലേക്ക് മാറുന്നത്. ഇപ്പോൾ നടന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച 20-ാം തീയതി ശനിയാഴ്ച രാവിലെ തന്നെ മ്യൂസിയം ഡയറക്ടറിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇൻ്റർവ്യൂ നടത്തുകയും സുജി ജോർജ് എന്ന പുള്ളിക്കാരനെ തിങ്കളാഴ്ച അപ്പോയിൻമെൻറ്റ് ചെയ്യുകയും സ്ഥിര പോസ്റ്റിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. ഇത് ഇവിടുത്തെ ജോയിൻറ്റ് കൗൺസിലിൻ്റെ മേധാവികളെന്ന് പറയുന്ന ബിനു സുഗതൻ, LI രഞ്ജിത്ത്, ഇവരെ ഈ സുജി ജോർജിൻ്റെ നിന്നും പൈസ മേടിച്ച് മറ്റ് ആൾക്കാർക്ക് വിതരണം ചെയ്ത് അവരുടെ സിമ്പന്തി പിടിച്ചു നിൽക്കുന്നവർക്ക് മാത്രം ഈ പോസ്റ്റിലേക്ക് കൊടുക്കുന്നു. 2 വർഷം പൂർത്തിയാക്കാത്ത ഒരു വ്യക്തിയാണ് സുജി ജോർജ്. ആ പുള്ളിക്കാരനെയാണ് ഇവിടെ സ്ഥിര പോസ്റ്റിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഞങ്ങൾ 10-12 വർഷം അനിമൽ കീപ്പറായിട്ട് ജോലി ചെയ്ത് ഡെയിലി വൈസായിട്ട് കിടക്കുന്ന വ്യക്തികൾ ഇവിടെ ഉണ്ട്. അതിനെ മറികടന്നുകൊണ്ടാണ് ഈ പുള്ളിക്കാരനെ സുജി ജോർജിനെ പെർമനൻറ്റ് പോസ്റ്റിലേക്ക് മാറിയത്. അതും ശനിയാഴ്ച രാവിലെ തന്നെ ഇൻ്റർവ്യൂ നടത്തുന്നു, തിങ്കളാഴ്ച അപ്പോയിൻമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങൾക്കും ഇതിന് നീതി വേണമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കീപ്പർ തസ്തികയിൽ സുജി ജോർജ് എന്ന വ്യക്തിയെ നിയമിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് മൃഗശാല ഡയറക്ടർ പറയുന്നത്. പക്ഷേ 4 ഒഴിവുണ്ടായിട്ടും അർഹതയില്ലാത്ത ഒരാളെ മാത്രം നിയമിച്ചത് അഴിമതിയാണ് എന്ന് ചൂണ്ടിക്കാട്ടി വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മൃഗശാലയിലെ താൽക്കാലിക ജീവനക്കാർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.